വിഷുവിന് വിഷരഹിത പച്ചക്കറി ആദ്യ വിളവെടുപ്പ് നടത്തി. കൃഷിയിലെ ലാഭം കൊണ്ട് അടുത്ത അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകും. ഡിവൈഎഫ്ഐ എലവഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിഷുവിന് വിഷരഹിത പച്ചക്കറി കൃഷി എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി വിളവിറക്കിയത്. എലവഞ്ചേരി തോട്ടംകുളമ്പിൽ കെ അരവിന്ദാക്ഷന്റെ 1/2 ഏക്കർ കൃഷിസ്ഥലത്താണ് ചീര, വെണ്ട, മത്തൻ, പയർ, തണ്ണിമത്തൻ, വെള്ളരി എന്നിവ വിളവിറക്കിയത്. മേഖലാ കമ്മിറ്റിയിലെ പ്രവർത്തകരാണ് വിളവിറക്കിയതും പരിചരിച്ചതും. രാവിലെയും വൈകിട്ടും പ്രവർത്തകർ പച്ചക്കറി വിള പരിചരിക്കാനെത്തിയത് പുത്തൻ അനുഭവമായി. യുവാക്കളുടെ കൃഷിയിലെ താൽപര്യം കണ്ട പ്രദേശത്തെ കർഷകരും കർഷക തൊഴിലാളികളും തങ്ങളുടെ കാർഷികാനുഭവ സമ്പത്തും അധ്വാനവും നൽകാൻ സന്നദ്ധരായതോടെ പരമ്പരാഗത കൃഷിയെക്കുറിച്ച് യുവാക്കൾക്ക് മനസ്സിലാക്കാനുള്ള വേദി കൂടിയായി. യുവതലമുറ കൃഷിയോട് മുഖം തിരിക്കുന്നു. കൃഷിയിടത്തിൽ അധ്വാനിക്കാൻ സന്നദ്ധരാവുന്നില്ല. വെയിലും ചെളിയും മണ്ണും ഇഷ്ടപ്പെടാതെ കൃഷിയെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് എന്നീ ധാരണകൾ തിരുത്താൻ കഴിഞ്ഞതും അധ്വാനത്തിന്റെ മഹത്വവും കൃഷിരീതികളും യുവതയ്ക്ക് മനസ്സിലാക്കാൻ കൂടി അവസരമായി. കൃഷിയിടത്തിൽ ഒത്തുചേരുന്ന യുവാക്കളുടെ കൂട്ടായ്മയ്ക്ക് നാട്ടിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സംവദിക്കാനും പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹാരം കാണാനും വേദിയായി. ചർച്ചയിലൂടെ തങ്ങളുടെ അധ്വാനഫലം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ വിനിയോഗിക്കണമെന്ന് ധാരണയായി. വിളവെടുപ്പ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ക്യാമ്പയിനാണ് ഇത്. വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ സന്ദേശം ഉൾക്കൊണ്ട് തന്നെ ഈ ജില്ലയിലെ മറ്റു മേഖലാ കമ്മിറ്റികൾ കൂടി മാതൃക തീർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് എലവഞ്ചേരി മേഖലാ കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. വിഷു വരാൻ വേണ്ടി പോവുകയാണ്. മലയാളികളുടെ ഉത്സവമായിട്ടുള്ള വിഷുവിന് വിഷരഹിത പച്ചക്കറി കഴിക്കണം. ഈ നാട്ടിലെ ആളുകൾക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കുറച്ച് സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുകയാണ്. മേഖലാ പ്രസിഡന്റ് കെ വിഷ്ണു അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി വി ജെ സജിത് കുമാർ, കെ ശിവരാമൻ, കെ പ്രസാദ്, എസ് സുധീഷ്, പി രൂപേഷ് എന്നിവർ സംസാരിച്ചു.